ഹലോ ഗൈസ്, ഇന്ന് ഞാനിന്ന് വായിച്ചിട്ടുള്ള ഒരു സംഗതി നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്ന വിചാരിച്ചു ഗൈസ്. ഹീരാമണ്ഡി എന്നുള്ളതാണ് സംഗതി. അപ്പോൾ ഹീരാമണ്ഡി എന്ന് പറയുന്നത് ലാഹോറിലെ ഒരു സ്ഥലമായിരുന്നു. ഓക്കെ, ലാഹോറിലെ സ്ഥലമായിരുന്നു. ഹീരാമണ്ഡിയുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഗൾ കാലഘട്ടത്തിൽ അത് ക്ലാസിക്കൽ ഡാൻസ്, കഥക്, പോയട്രി, അതേപോലെ ഗസൽ, ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ളൊരു സ്ഥലമായിരുന്നു. അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ കുറേ ദാസികൾ, തവായിഫ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. തവായിഫുകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ, സ്ത്രീകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ, അവിടുത്തെ രാജാക്കന്മാർ കൾച്ചർ പഠിപ്പിക്കുന്നത്, ആളുകളുടെ ഇടപഴകാൻ പഠിപ്പിക്കുന്നത്, സോഫിസ്റ്റിക്കേഷൻ പഠിപ്പിക്കുന്ന രീതിയിലുള്ള അത്രയും സ്റ്റാൻഡേർഡായ രീതിയിൽ ഇടപഴകാനും ഒക്കെ പഠിപ്പിക്കുന്ന ദാസികളുള്ള ഒരു സ്ഥലമായിരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ രാജാക്കന്മാർ അവിടെ വരുന്നത്, അവരുടെ ഇടപഴകുന്നതൊക്കെ കൂടുതൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആയ രീതിയിലായിട്ട് അങ്ങനെ പോകും. അതൊരു കൾച്ചറൽ ഹബ്ബായിരുന്നു ഹീരാമണ്ഡി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ദാസികളുടെ അവരൊരു അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു കേട്ടോ. അവരെ സമൂഹത്തിൽ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്തിരുന്നു, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിഖ് ഭരണം വന്ന സമയത്ത്, സിഖ് റൂൾ വന്ന സമയത്ത് ഈ റോയൽ ആയിട്ടുള്ള പാട്രണേജ് നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഈ രാജാക്കന്മാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി ഇല്ലാണ്ടേ. അപ്പോൾ സിഖുകാർ ഒരു കണ്ണുചോരില്ലാത്ത മനുഷ്യരായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് കാശില്ല. അപ്പോൾ അതിജീവിക്കാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ കുറച്ചുകൂടി വാണിജ്യപരമായിട്ട് കാര്യങ്ങളെ സമീപിക്കേണ്ട അവസ്ഥ അവർക്ക് എത്തി. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഈ പാട്ടും ഡാൻസും ഇതൊന്നും ഇല്ലാണ്ടേ. അപ്പോൾ എന്താ വെച്ചാൽ അവർ കൂടുതൽ ഒരു സെക്സ് വർക്കിനെ പ്രാധാന്യം കൊടുത്ത്. അപ്പോൾ അവരുടെ ഗ്രാഫ് നേരെ താഴത്തേക്ക് ഇടിച്ചു. അപ്പോൾ അവർ കണ്ടത് സെക്സ് വർക്കിന് വേണ്ടി ആ സ്ഥലത്ത് പോവുക, അങ്ങനെ ഒരു ലെവലിലായിട്ട് മാറി. ഓക്കെ, പിന്നീട് ബ്രിട്ടീഷ് രാജിൻ്റെ ടൈമിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അത് മൊത്തം ഒരു അന്തംവിട്ട പരിപാടിയിലേക്ക് എത്തി. അതായത് അവരാദ്യം ചെയ്തതെന്ന് വെച്ചാൽ, സാംസ്കാരികമായിട്ടുള്ളൊരു കണക്ഷൻ ഹീരാമണ്ഡി എന്നുള്ള സ്ഥലത്ത് നിന്ന് അവിടെയുള്ള ആളുകളുടെ ജീവിതത്തിൽ നിന്നാണ് ഇവർ മാറ്റി. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക്, അതായത് പാട്ട്, ഡാൻസ്, കവിത, അതൊന്നുമില്ല. പിന്നെ അവിടെയുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആകെ ഒരു സാധനം സെക്സ് വർക്കാണ്. അപ്പോൾ എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരിലെ സോൾജേഴ്സ് ഉണ്ടല്ലോ, അവർ ക്ഷീണിച്ച് വരുന്ന സോൾജേഴ്സിന് സെക്സ് വർക്കിന് വേണ്ടിയിട്ടുള്ള അവരുടെ സെക്ഷുവൽ ഡിസയർ മാറ്റാനുള്ള സ്ഥലമായിട്ട് സ്ത്രീകളെ അവിടെ ഉപയോഗിച്ച്. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ അവിടെ മൊത്തത്തിൽ മാറി. അപ്പോൾ അവിടെ മൊത്തം ഇമ്മോറലായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറി. ഇവിടെ കാര്യങ്ങളിലൊക്കെ ഒരു സമയത്ത് കൾച്ചറലായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ, ഒരു സ്ഥലം എന്നുള്ള രീതിയിലൊക്കെ കണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളെ ആ സ്ഥലത്തെ നേരെ ഓപ്പോസിറ്റായ രീതിയിലേക്ക് മാറ്റി, സെക്സ് വർക്കാക്കി മാറ്റി. അതായത് അവർക്ക് അതിജീവനം, ആളുകൾക്ക് എങ്ങനെയാണ് അതിജീവിക്കണമായിരുന്നു അവിടെയുള്ള സ്ത്രീകൾക്ക്. അതിജീവിക്കാൻ അവരുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി എന്താ വെച്ചാൽ സെക്സ് വർക്കാണ്. അപ്പോൾ അവരുടെ ഗ്രാഫ് നേരെ താഴ്ത്തിക്കായി അവരെ ഒരു മനുഷ്യജീവി എന്നുള്ള രീതിയിലൂടെ കരുതാത്ത രീതിയിലാക്കി അവരുടെ ജീവിത നിലവാരം ഒരുപാട് താണങ്ങനെ. അപ്പോൾ ഒരു കാര്യം ആലോചിക്കട്ടോ, ഒരു സമയത്ത് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ കാശില്ലാണ്ടാകുമ്പോൾ ഏത് രീതിയിലേക്ക് പോകുന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഈ സാധനം. ഓക്കെ, ഞാനിതിനെ അങ്ങനെ കരുതിയത്. അതിൽ അത്യാവശ്യം കാശുണ്ടെങ്കിലാണ് നമ്മൾ ഈ കൾച്ചറൽ ക്യാപിറ്റൽ എന്നുള്ള സാധനം കിട്ടും. ചില ആളുകൾ എന്താ വെച്ചാൽ അതില്ലെങ്കിലും അവരെ പാട്ടും ഡാൻസും പരിപാടിയൊക്കെ വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല വഴി ജീവിക്കാനുള്ള ശ്രമം നടത്തും. പക്ഷേ പലരും എന്താ വെച്ചാൽ സർവൈവ് ചെയ്യണോ അതോ കലയുമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു അവസ്ഥ വരില്ലേ കൾച്ചർ. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് പൊതുവേ ഇങ്ങനെയുള്ള ഒരു സംഗതി കൂടിയാണല്ലോ. അപ്പോൾ ഇതാണ്, അപ്പോൾ അങ്ങനെ കൊമേഴ്ഷ്യലൈസേഷൻ എങ്ങനെയാണ് അവരെ കൾച്ചറിനെ മൊത്തത്തിൽ ബാധിച്ചത് ഉള്ളൊരു എക്സാമ്പിളാണിത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ കുറേ ഭൂരിഭാഗം വീടുകളും പൂട്ടി. അങ്ങനെ ഒരു സംസ്കാരത്തെക്കുറിച്ച് ആൾക്കാർക്ക് ധാരണ ഇല്ലാത്ത പോലെ, അവിടെ ആളുകൾ ജീവിക്കാൻ വഴിയില്ലാത്ത അവസ്ഥയിലായി. സെക്സ് വർക്കിനുള്ളൊരു കംപ്ലീറ്റ് സെക്സ് വർക്കിനുള്ള സ്ഥലം എന്ന രീതിയിൽ ആളുകൾ കാണാൻ തുടങ്ങിയത്. പിന്നെ ഒഴിക്കാലം അവിടെയുള്ള ആളുകളുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു. അപ്പോൾ ഭൂരിഭാഗം അവർ ആ കൾച്ചർ തന്നെ ഇല്ലാണ്ടായ പോലുള്ള ഒരവസ്ഥ വന്ന്. പക്ഷേ ഇപ്പോഴും ഒരു കൾച്ചറൽ എക്സ്പ്ലോറേഷന്, സാംസ്കാരികമായ കാര്യങ്ങൾ പഠിക്കാൻ ഹിസ്റ്ററി കുതുകികളായ ആളുകൾ അതിനൊരു കൾച്ചറൽ ക്യാപിറ്റലായിരുന്ന രീതിയിൽ തന്നെ പഠിക്കുന്നത്. അപ്പോൾ കാശില്ലാണ്ടായപ്പോൾ അതായത് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളൊരു സാധനമായിരുന്നു അത് ഗൈസ്. അപ്പോൾ എനിക്കത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഞാൻ വായിച്ചപ്പോഴേ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം തോന്നി. എനിക്കത് വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ആക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു ഇത് വായിച്ച സമയത്ത്. പക്ഷേ അതിനുള്ള ക്ഷമല്ല. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം തോന്നി ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു സംഗതിയെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ.